അപ്പോൾ നമ്മൾ ഇഞ്ചിക്കറി ഞാൻ ഉണ്ടാക്കിയായിരുന്നു, വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് മോര് കറി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ്, എന്നാലും ഞാൻ ചെയ്തതൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രം. അപ്പോൾ മൺചട്ടി എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നാളികേരം എടുത്തു, നല്ല നാളികേരം എടുത്തു കേട്ടോ. നെയ്യുള്ള നാളികേരം എടുത്തു, പിന്നെ പച്ചമുളക് എടുത്തു, വെളുത്തുള്ളി എടുത്തു, ഉള്ളി എടുത്തു, കുറച്ച് ജീരകം എടുത്തു കേട്ടോ. അപ്പോൾ നല്ല പോലെ അരച്ചിട്ട് വരാം കേട്ടോ. അതായത് ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല പോലെ അരയ്ക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ അരച്ച് അതിന് ശേഷം നമ്മൾ എന്താ പറയുക, വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മളതിലേക്ക് വറ്റൽമുളകും കടുകും ഉലുവയും വേപ്പിലയും ചേർത്ത് കൊടുത്തു. അത് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ അരച്ച് വെച്ച് നാളികേരം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. വീണ്ടും നന്നായി വേവിച്ചു. വെള്ളമൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ കായല ചനച്ച പഴമാണ് കേട്ടോ, നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ആവശ്യമായ തൈരും കൂടി ചേർത്ത് നമ്മൾ പഞ്ചസാര കുറച്ച് മധുരത്തിൽ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. നമ്മൾ മോര് കറി റെഡിയായി കേട്ടോ.